ദേ ചുറ്റും തേയിലക്കാടാണേ. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തെ ഈ തേയിലയില ഉണക്കി പൊടിച്ചാണ് ഗ്രീൻ ടീ ആക്കുന്നതെന്ന് പറഞ്ഞത് കേട്ടിട്ട് ഈ തേയിലയില കേട്ടോ, അതും പറിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്ത ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മളായാലും പിന്നെ നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം അറിയുന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ വിശ്വസിക്കുമല്ലോ, പ്രത്യേകിച്ച് ആ നാട്ടിലുള്ളവർ. അങ്ങനെ പറ്റിയതാ പാവം. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുവാണെങ്കിൽ നിങ്ങൾ ഇടുക്കിക്കൊക്കെ മിക്കവാറും വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഇപ്പം മൂന്നാറും വാഗമണ്ണും ഒക്കെ എപ്പോഴും പോയി കണ്ട് കണ്ട് തഴംവെച്ച സ്ഥലങ്ങളൊക്കെ മടുത്തെങ്കിൽ, വലിയ ക്രൗഡഡൊന്നും അല്ലാത്ത ഒരു സ്ഥലങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്കിതൊരു അസറ്റായിരിക്കും ഒരു പരിധി വരെ. ഈ തേയിലക്കാട്, ചുറ്റും തേയിലക്കാടിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് നമ്മൾ വഴി പിന്നെ കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. കുറച്ച് ഇപ്പം നിങ്ങൾ ഓഫ് റോഡ് വണ്ടിക്ക് വന്നില്ലെങ്കിലും നിങ്ങൾക്ക് നടന്ന് കയറാറുള്ളത്, നമ്മൾ നടന്നാ കയറി കാണിക്കുന്നത് കേട്ടോ. ഇതൊക്കെ എന്നാണേലും വണ്ടിയായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഏരിയയാണ്. വലിയ ക്രൗഡഡ് ഒന്നുമല്ല. എങ്കിൽ വൈകുന്നേരമോ നിങ്ങൾ രാവിലെ പോവുകയാണെങ്കിൽ ഈ ഡിസംബർ ആ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ മീശപ്പുലിമല പോലെ ആണെന്ന് അത്രയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എന്നാലും അതേപോലത്തേക്കൊരു വൈബ്. ചില സമയം ഫുള്ള് മഞ്ഞായിരിക്കും, മൊത്തം മഞ്ഞായിരിക്കും, ഭയങ്കര രസമാണ് കാണാനായിട്ട്. പിന്നെ ഇങ്ങോട്ട് കടയൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് വികസിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആൾക്കാരൊക്കെ വരും. പിന്നെ എന്തോ ഒരു കെട്ടിടം അവിടെ പണിതിട്ടുണ്ട് ഇപ്പം നിലവിൽ. ഇനിയിപ്പോൾ ഭാവിയിൽ ഇങ്ങനെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാനുള്ള പ്ലാനാണോ എന്നൊക്കെയാണ് പറയുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ എന്നെ ഇങ്ങനെ നമ്മൾ അറിയാൻ പാടില്ലാത്ത കാര്യത്തിനെ പറ്റി പറയരുതെന്ന്. അത്തരത്തിലൊരു അബദ്ധം എനിക്കും പറ്റിയിട്ടുണ്ട് കേട്ടോ. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ ആലപ്പുഴക്കാരിയാണെന്ന് പറഞ്ഞാലും എനിക്ക് ഈ ട്രെയിനിൻ്റെ ABCD അറിയത്തില്ലായിരുന്നു. അപ്പം കോട്ടയത്തോട്ടൊക്കെ വന്നപ്പോഴേക്ക് അവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഏതോ ഒരു സന്ദർഭത്തിൽ നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ അവിടെ കൂടെ പോകുന്നൊരു സമയത്ത് എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാനങ്ങ് ചോദിച്ചു, ആ ട്രെയിൻ എന്താ മാറ്റി അങ്ങനെ കിടക്കുന്നതെന്ന്. അപ്പോൾ കൂടെയുള്ളവർ ആരും എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നാ അത് പഞ്ചറായിട്ട് കിടക്കുക എന്നുള്ള സംഭവം. അതങ്ങ് വിട്ടു. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ചർച്ചയൊന്നുമില്ല. പിന്നെ ആ കൂട്ടത്തിൽ ഒരാൾ ഉണ്ടായിരുന്നത് ഇപ്പം എൻ്റെ ലൈഫ് പാർട്ട്ണറാണ്. പിന്നീട് കുറേ ട്രെയിൻ കയറുന്ന സന്ദർഭമൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. ട്രെയിൻ ഏകദേശം മനസ്സിലായി. പക്ഷേ എന്നാലും ഈ ഒരു ഇതെൻ്റെ മനസ്സിൽ തന്നെ കിടക്കുക, ട്രെയിൻ പഞ്ചറാകും എന്നുള്ളൊരു സംഭവം. ഇങ്ങനെ എവിടെയോ പോയിക്കൊണ്ടിരുന്നപ്പോഴേക്ക് ഒരു ട്രെയിൻ ഇങ്ങനെ മാറ്റിയിട്ടേ അത് പഞ്ചറായിട്ട് മാറ്റിയിട്ടേക്കുമല്ലേ, എന്ത് പണിയാണല്ലേ എന്ന് ഞാൻ എൻ്റെ കെട്ടിയവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു ട്രെയിൻ പഞ്ചറാകത്തില്ല എന്നുള്ളൊരു സംഭവം പറഞ്ഞ് എനിക്ക് കാര്യം മനസ്സിലായി. അന്ന് ഇങ്ങനെ തമാശയ്ക്ക് എന്നെ വട്ടാക്കാൻ പറഞ്ഞതാണെന്നുള്ളത്. പക്ഷെ അതും വിശ്വസിച്ച് ഞാൻ ഏകദേശം 2-3 വർഷക്കാലം ഇരുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് അതിനെപ്പറ്റി അറിവില്ല എന്നത് ഒരിക്കലും മുതലെടുക്കാതിരിക്കുന്നത് ആ ഒരു പരിധിവരെ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ആൾക്കാരൊക്കെ എന്നെ ചുമ്മാ കളിയാക്കുമായിരിക്കും. അത് പിന്നീട് ഒത്തിരി കാലതാമസമില്ലാതെ അതൊന്നും എന്നാ പറയുക, അതിൻ്റെ ഫാക്റ്റ് എന്നാന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ അവർക്കും അവരാ മണ്ടത്തരം വിശ്വസിച്ചിട്ടിരിക്കത്തില്ല കേട്ടോ. അല്ല എന്നെ പോലെയൊക്കെയുള്ള വിവരമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറിപ്പോയല്ലേ. ഇത് നമ്മൾ ആ പോകുന്ന സ്പോട്ടിലോട്ട് എത്തുന്നതിന് മുമ്പ് ഉള്ള ഒരു ആമ്പൽക്കുളമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം താമരയെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോഴേക്ക് ഒരു ചേച്ചി പറഞ്ഞു കേട്ടോ, ഇത് ആമ്പലാന്ന്, ഇവിടെ താമരയെന്നും പറയും കേട്ടോ. ആ താമര കുളമാട്ടോ ഇത്, ആമ്പൽക്കുളം. എങ്കിൽ ഒരു അമ്പലത്തിൻ്റെ സൈഡിലാട്ടോ, വലിയ കുളമാണ് ഇത്. അത്യാവശ്യം നല്ലോണം വെള്ളം കയറുന്ന സാട്ടോ. മഴക്കാലമൊക്കെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇപ്പം ഈ ഒരു സമയമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുറേ മക്കൾ അവിടെ നിന്ന് ആമ്പലെല്ലാം പറിക്കുന്നുണ്ടായിരുന്നു. പറിച്ച് ഞങ്ങൾ ചെന്നപ്പം ചേച്ചി വേണോന്ന് ചോദിച്ചിട്ട് ഓടി വന്ന് അവന്മാർ നമുക്ക് തന്നു കേട്ടോ. പിന്നെ കെട്ടിയോനാണെങ്കിലും അവന്മാർ അവിടെ കുറേ പിള്ളേർ സ്കൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ പിള്ളേർക്ക് കുറേ പറിച്ചൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സിന് താമരയുടെ ചെടിയൊക്കെ കഴുകിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ കുളത്തിൽ കൊണ്ട് ഇടാമെന്നും പറഞ്ഞ്
കെട്ടിയനും ഒരു താമരയുടെ ചെടി പറിച്ചെടുത്തിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ പോകണ്ട, ഇതൊക്കെ വീടുകളാണ്, ഈ സൈഡിലെല്ലാം വീടുകളാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെറിയ വഴിയാണ് കേട്ടോ. ചെറിയ വഴി എന്ന് പറഞ്ഞാൽ 2 വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഇച്ചിരി സൈഡ് കൊടുക്കാനായിട്ട് നമ്മൾ സ്ഥലം കണ്ടെത്തേണ്ടി വരും. ഒത്തിരി ഒന്നുമില്ല ഇങ്ങനത്തെ വഴി കേട്ടോ, കുറച്ച് ഏതാണ്ട് ഒരു 300 മീറ്ററോ ഒരു 1/2 കിലോമീറ്റർ കൂട്ടിക്കോ. തമിഴ്ക്കാരൊക്കെയുള്ള ഏരിയ കേട്ടോ, ഏരിയ. നമ്മൾ കുറച്ചുകൂടെ തന്നെ കുമളി സൈഡ്, കട്ടപ്പന ആ സൈഡാണ്. അപ്പം നമ്മുടെ ഏരിയയിലൊക്കെ കുറച്ച് തമിഴ്ക്കാരൊക്കെ ഉണ്ട്. ശരിക്കും ഇതൊരു കുരിശുമലയാട്ടോ. കുരിശുമല എന്ന് പറഞ്ഞാൽ ഭയങ്കര ആരാധന ഉണ്ടോ അങ്ങനെ സംഭവമൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ചുമ്മാ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു വികസിച്ച് വരുന്നൊരു റിസോർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ശരിക്കും കയറാൻ പാടില്ലായിരുന്നു. എന്നാലും ഞങ്ങൾ ഈ വീഡിയോയുടെ അവസാനം കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വേലി പിന്നെ നൂണ്ട് കയറി എന്നാണോ അതിന് പറയുന്നത്? അതെ, വെയിൽ ചാടി തന്നെയാന്ന് പറഞ്ഞാലും. ഇതാ ഞാൻ പറഞ്ഞത്, കുറച്ച് ഓഫ് റോഡ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം നമ്മളത് നടന്ന് കയറി കാണിക്കുകയും നിങ്ങൾക്ക് പിന്നെ തീരുമാനിക്കാം നിങ്ങൾ വരുമ്പോൾ എങ്ങനെ വരണം, നടന്ന് കയറണോ വണ്ടിയുമായിട്ട് കയറി പോകണോ എന്നുള്ളത് മനസ്സിലാകാമല്ലോ. ഡുഗു ആണെങ്കിൽ സ്കൂട്ടിക്ക് വരാമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നേ. അപ്പം ഒരു മഴക്കോളും ഒക്കെ ഉള്ളതുകൊണ്ടിട്ട് വേണ്ട സ്കൂട്ടിക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നതിൻ്റെ ഒരു ദേഷ്യം ഡുഗുവിനുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത്. ഇതൊക്കെ വലിയ ഇതാണ് കേട്ടോ, പാറയാ. കയറി വന്നാൽ ചിലപ്പോൾ അടി തട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കണ്ടോ. ഇതൊരു പാത്തുണ്ട്, ഈ പാത്തിൽ കൂടെ ഒക്കെ കയറ്റി കൊണ്ടുപോകാൻ ധൈര്യമുള്ളവരൊക്കെ വന്ന് വണ്ടിയായിട്ട് കയറി പോകാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 4x4 വണ്ടിയൊക്കെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരിക്കും. അല്ലാത്ത കാറൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അതിൽ കുറച്ച് റിസ്ക് ഘടകങ്ങളുണ്ട്. കയറി വന്നാൽ എൻ്റെ പൊന്ന് സാറേ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. വീക്കെൻഡൊക്കെ ചുമ്മാ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോഴേക്ക് ഇങ്ങോട്ടൊക്കെ വാ ഇടയ്ക്ക്. ഇതെന്ന് പറയുമ്പോൾ ചെങ്കര മൗണ്ടെയിൻ വ്യൂ അങ്ങനെ എന്തോ ആണ്ട് ഗൂഗിൾ മാപ്പിൽ കിടപ്പുണ്ടേ. ആ ഒരു സംഭവം വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ എത്തുമായിരിക്കും. അമ്പലക്കുളം ഗൂഗിൾ മാപ്പിലൊന്നും കാണത്തില്ലായിരിക്കും. അത് അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ മതി. വഴി കാണുന്ന ഏതെങ്കിലും ചേട്ടന്മാരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരുമായിരിക്കും. അല്ലാതെ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. കണ്ടോ, ഇത് ഇപ്പം വേനലായതുകൊണ്ടിട്ടാട്ടോ ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നത്. ശരിക്കും ആ കാണുന്നത് പണ്ട് പാറമടയായിരുന്നു കേട്ടോ. പണ്ട് പാറ പൊട്ടിച്ചിരുന്ന സ്ഥലമാണ്. പക്ഷേ പിന്നീട് പ്രകൃതി സംരക്ഷണമോ അങ്ങനത്തെ എന്തോ വിഷയമൊക്കെ വന്ന് പാറ പൊട്ടിക്കൽ നിർത്തിപ്പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അങ്ങനെയാണ്. നമ്മൾ നടന്ന് തീർന്നിട്ടില്ല കേട്ടോ. നമ്മൾ താഴെ വണ്ടി ഇട്ടിട്ട് വഴിയൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നടന്ന കയറി വന്നത് കേട്ടോ. ഡുഗു കണ്ടോ, അങ്ങ് പോയി ഡുഗു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു കെട്ടിടം പണിത് വരുന്നുണ്ടെന്ന്, അതാണ് കേട്ടോ ആ കെട്ടിടം. പക്ഷേ അത് ഞങ്ങൾ ഡുഗുവിന് ഒരു 4 വയസ്സിൻ്റെ ബർത്ത്ഡേ ആ ഒരു സമയത്തും ഇത് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഏകദേശം. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളും മുമ്പ് ഇവിടെ ഉണ്ട്. അവൾക്കൊരു 2-2.5 വയസ്സായപ്പോൾ തൊട്ട് ഇത് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഡുഗുവിന് 7 വയസ്സായി. അപ്പോൾ ഇതുവരെ വലിയ അനക്കമൊന്നുമില്ല. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാനുള്ളൊരു സംഭവമാണെങ്കിൽ പോലും ഇത്രയും കാലമായിട്ടും വലിയ അനക്കമൊന്നുമില്ല. അങ്ങനെ ക്രൗഡോ അങ്ങനെ ഒരു സംഭവമൊന്നും വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഉള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ ഈ മരിച്ചു പോകുന്ന ആൾക്കാരെ കുഴിച്ചു മൂടും കണ്ടോ. അതൊരു പ്രശ്നമെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും വിശ്വാസം ഒന്നല്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ എന്തേലും വിശ്വാസം കൊണ്ട് മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ ഇതൊഴിവാക്കി പോകുന്നതാണ് നല്ലത്. അതർവൈസ് വേറെ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ ഇങ്ങനെ അടക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതൊരു കുരിശുമലയും കൂടെയാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനെ എന്തേലും സംഭവം ആയിരിക്കാം മേ ബി. എന്താണേലും എനിക്കിതൊക്കെ ഇച്ചിരി പേടിയുള്ള കാര്യം കേട്ടോ, അത് വേറെ. എന്നാലും ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചുമ എവിടെ നിന്നോ പിടിച്ചു കേട്ടോ, ക്ഷമിക്കും നിങ്ങളെ. ഇങ്ങോട്ട് വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടിട്ട് ഞാൻ വരും. എന്നാണെങ്കിലും ഇവരൊക്കെ ഉള്ളപ്പോഴേക്ക് ഭയങ്കര രസമാണ് ഇവിടെ വന്നിരിക്കാനായിട്ട്. നമ്മൾ എന്നാ പറയുക, അങ്ങനെ വേറെ ആൾക്കാരൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളവരടുത്ത് പോയാൽ നമുക്ക് ആ ഒരു സമാധാനം കിട്ടത്തില്ല. പക്ഷെ ഇവിടെ വന്നിരിക്കുക എങ്ങാനും ആരെങ്കിലും വന്നാലും ഭയങ്കര വലിയ ഇതൊന്നുമില്ല. ഇവിടുത്തെ ലോക്കൽ പീപ്പിള് പറഞ്ഞിട്ടൊക്കെ ആരെങ്കിലും വന്നാലേ ഉള്ളൂ. അല്ലാതെ
ഒരു ടൂറിസ്റ്റുകളായിട്ടല്ലേ അത് ഈ യാത്ര പോകുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാൻ വളരെ ചാൻസ് കുറവാണ്. നമ്മൾ ചായയൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ വന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ പുറകെയായി പോകുന്നു. അവർ രണ്ടും അങ്ങ് തുള്ളിച്ചാടി ആദ്യമേ പോയി. കണ്ടോ, 4 പാടും മലകളാണ്, 4 പാടും. ഭയങ്കര രസമാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെയൊന്നും ആയിരിക്കത്തില്ല ചിലപ്പം. ഭയങ്കര വൈബാണ്. നമ്മൾ നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട ഒരു ഭംഗിയുണ്ടല്ലോ, അതൊരിക്കലും നിങ്ങളിലോട്ട് എത്തിക്കാൻ ഈ ഈ ഈ വിഷ്വൽ കൊണ്ട് എനിക്ക് പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നിങ്ങൾ ഇടുക്കിക്ക് വരുമ്പോൾ ഈ സ്ഥലം കൂടെ ഒന്ന് പരിഗണിക്കും. എന്നിട്ട് നിങ്ങൾ വന്ന് നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോന്നറിയും. നട്ടുച്ച സമയത്ത് മല കയറി വരാനൊന്നും ഞാൻ ആരോടും പറയത്തില്ല കേട്ടോ. നിങ്ങൾ വൈകുന്നേരം രാവിലേക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ആ താഴെ കാണുന്ന കേട്ടോ ചെങ്കര സിറ്റി ആയിരുന്നത്. ഇവിടെ ഇടുക്കിയിലെല്ലാം സിറ്റികളാണല്ലോ. ആനവിലാസം സിറ്റി, നിർമ്മല സിറ്റി, രാജകുമാരി സിറ്റി, അങ്ങനെയൊക്കെയാണ്. അത് ചെങ്കര സിറ്റി. ആ ചെങ്കര സിറ്റിയുടെ പേരിലാണ് ഈ മൗണ്ടൈനും അറിയപ്പെടുന്നത്. ചെങ്കര മൗണ്ടൈൻ വ്യൂ എന്നും പറഞ്ഞിട്ടെങ്ങാണ്ടോ ഗൂഗിൾ മാപ്പിൽ കിടക്കുന്നതെന്ന് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ വന്ന തേയിലക്കാടൊക്കെ ആട്ടോ ആ താഴെ. നമ്മൾ വരുമ്പോഴേക്ക് വീഡിയോ എടുത്ത തേയിലക്കാടൊക്കെയാണ് താഴെ കാണുന്നതൊക്കെ. എന്ത് കുഞ്ഞല്ലേ. നല്ല ക്യാമറയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് കാണാൻ പറ്റുമായിരുന്നായിരിക്കും മേ ബി. ഞങ്ങൾ പിന്നെ ഇവിടെ വന്ന് കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്നു. വരുന്നതിൻ്റെ ആദ്യ എക്സൈറ്റ്മെൻറ്റ് കണ്ട ഒരു KSRTC പോകുന്നു കേട്ടോ ചെങ്കര സിറ്റി കൂടെ. KSRTC ബസ് റൂട്ടൊക്കെ ആട്ടോ അത്. നമ്മൾ അത്രയും മണ്ടയിലാണ് നിൽക്കുന്നത്. വന്ന എക്സൈറ്റ്മെൻറ്റ് അവിടെ ഇവിടെ തേരാപ്പാരൊക്കെയും കുറേ നേരം നടന്ന് കാഴ്ചയൊക്കെയും കണ്ട് പിന്നെ നമ്മൾ ചായയൊക്കെയും കുടിക്കാൻ തുടങ്ങി. എന്തോ ഒരു സാധനം, ഒരു കേക്ക് പോലത്തെ ഐറ്റമൊക്കെ എടുത്ത്, വെട്ടേക്ക് പോലത്തെ ഒരു സംഭവമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയും കഴിച്ച് പിന്നെ കുറേ നേരം വർത്താനമൊക്കെയും പറഞ്ഞ് കുറേ നാളായി ഞാൻ എൻ്റെ കെട്ടിയവൻ്റെ അടുത്ത് നമുക്കൊരു റീലെടുക്കാമെന്ന് പറയുന്നത്. അത് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ, നടക്കുന്നില്ല. പിന്നെ ഞാനത് ഏകദേശം നടക്കത്തില്ല എന്ന് എൻ്റെ മനസ്സിൽ ഏകദേശം ഒരു സംഭവമായി. അതുകൊണ്ടിട്ട് പിന്നെ വലിയ വിഷമമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് പറയും, ഇങ്ങോട്ട് പറയും വന്നിട്ട്, നമുക്കത് ചെയ്യാന്ന്. ഈ കല്ലും ഇങ്ങനത്തെ സംഭവമൊക്കെ കാണുന്നത് ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് പക്ഷെ കുറച്ചുകൂടി ഞാനൊരു ഈ മലകളെക്കാളും എനിക്ക് കുറച്ചുകൂടെ ബീച്ച്, ആ ഒരു സംഭവം ഇഷ്ടം. ബീച്ച് പേഴ്സൺ ആണെന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് എന്താ, ഇടുക്കിയിൽ കടലില്ലല്ലോ. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ എറണാകുളമൊക്കെ പോകണം. എറണാകുളമോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ പോയാലല്ലേ ബീച്ച് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ജീവിച്ച് എറണാകുളത്തോട്ടൊക്കെ ചെല്ലുമ്പോഴുള്ള ആ ഒരു ക്ലൈമറ്റ് ഒട്ടും പറ്റുന്നില്ല. പിന്നെ ക്രൗഡ് എന്താണോ ഭയങ്കര ഇൻട്രോവേർട്ടായി വരുന്നതിൻ്റെയാണോ അതോ വേറെന്തെങ്കിലും ആണോ? ഇപ്പോൾ ആൾക്കാരെ കാണുമ്പോഴേക്ക് ഒരു അങ്കലാപ്പാണ് ഒരു പരിധിവരെ. എന്താ സംസാരിക്കണ്ടേന്ന് പോലും അറിയത്തില്ല. എവിടെയെങ്കിലും സമാധാനത്തിൽ പോയിരുന്നാൽ മതി എന്നുള്ളൊരൊറ്റ ചിന്തയേ ഉള്ളൂ കേട്ടോ. നേരത്തെ ആ താമര പറിച്ചെന്ന പിള്ളേരൊക്കെ ഇല്ലേ, എന്താ അവന്മാർ ഭയങ്കര സ്നേഹം, തമിഴ് പിള്ളേരായിരുന്നു കേട്ടോ. എന്നാലും ഓടി വന്നിട്ട് ചേച്ചിക്ക് താമര വേണോ, നീ പറിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഓടി ചാടി അതിനകത്തോട്ട് ഇറങ്ങി. അപ്പം നമുക്ക് ഒരാൾക്ക് വേണ്ടി പറിച്ചതാണെങ്കിൽ അങ്ങനെയാന്ന് പറയാവേ. പക്ഷെ അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു. ന്യൂസ് ഞാൻ പറഞ്ഞില്ലേ, ആ പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറച്ച് ഒരു പരിധിവരെ കുറച്ചെങ്കിലും നിഷ്കളങ്കമായിട്ടുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. പിന്നെ മറ്റുള്ളവരുടെ ലൈഫിൽ എന്നാ നടക്കുന്നതെന്ന് നോക്കി നടക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇതെനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ അവനൊരു കമ്പ് പറിച്ചതാണ്. പക്ഷെ ഞാൻ ആ കമ്പ് അവിടെ വെച്ച് മറന്നുപോയി കേട്ടോ, എടുത്തില്ല. നല്ല കമ്പായിരുന്നു, മരം പോലെ ഉണ്ടായിരുന്നു. എനിക്ക് അതിലൊരു ക്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അവിടെ വെച്ചല്ല വീട്ടിൽ കൊണ്ടുവന്നിട്ട്. പക്ഷെ നടന്നില്ല, അത് ഞാൻ മറന്നുപോയി അവിടെ വെച്ച്. പിന്നെ കുറേ നേരം അവിടെ നോക്കുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 4 മണിയോ ആ ഒരു സമയത്ത് അവിടെ ചെന്നാന്ന് ഓർത്തോണേ. അത്രയും നേരം വിത്തൗട്ട് ഒരു വേറെ ആൾക്കാരോ അങ്ങനെ ഒന്നുമില്ലാതെ നമ്മൾ ഭയങ്കര സമാധാനത്തോടെ അവിടെ ഇരുന്നു. വർത്താനം പറഞ്ഞതിനേക്കാൾ ഉപരി ചുമ്മാ ഇരുന്നെന്നും വേണേൽ പറയാം കേട്ടോ. ഡുഗുന് ഫ്രണ്ട്സിനെ കൊണ്ടുവരാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോരുന്നവരെ അവൾ വന്നിട്ടില്ലായിരുന്നു കൊണ്ടിട്ട് ഞങ്ങൾ തന്നെ പോരേണ്ടി വന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡിലില്ലേ ഞാൻ നേരത്തെ ഒരു ബിൽഡിങ് കാണിച്ചിരുന്നില്ലേ, അതിൻ്റെ സൈഡിൽ എന്താ റിസോർട്ടാണെന്ന് തോന്നുന്നു.
അവർ അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് വന്നപ്പോഴേക്ക് അവിടെ ഈ ലവിൻ്റെ മറ്റേ സംഭവമില്ലേ, ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നിൽക്കുന്നത്, അതേപോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് അങ്ങോട്ടൊന്നും കയറാൻ പാടില്ല എന്നുള്ളൊരു സംഭവം. പക്ഷെ നമുക്ക് തിന്നിട്ടല്ലേ ഇതിൻ്റെ ഇടയിൽ കയറുന്ന കൊണ്ടിട്ടാണോ എന്താ, നമുക്കെന്താ കയറി നോക്കാം, ഇനി കുറേ നാൾ കഴിയുമ്പോഴേക്ക് കയറാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടൊക്കെ വലിഞ്ഞ് കയറി നിന്ന് ഇത് ഞങ്ങൾ റീൽ ചെയ്യാൻ നോക്കിയത് കേട്ടോ. ഇപ്പോൾ പുതിയൊരു സംഭവമില്ലേ ധനുഷിൻ്റെ, എനിക്ക് ധനുഷിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ സ്റ്റെപ്പൊക്കെ, എന്ത് രസമാണ് കാണാൻ. കുരിശുമലയാന്ന് പറഞ്ഞിട്ട് കുരിശ് കാണിച്ചില്ലെന്ന് പറയരുതല്ലോ, ഇതേണ്ട 2 കുരിശുകൾ. വീഡിയോ കാണുമ്പോൾ പറയും നീ എന്നെ കുരിശെന്ന് പറഞ്ഞല്ലേടിയെന്ന്. സാരമില്ല, കണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല, ഇങ്ങനെയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ അങ്ങൊരു ത്വരയാ, ഇങ്ങോട്ടൊന്ന് ഇറങ്ങിപ്പോവില്ലേ എന്ന് ഞാൻ പറഞ്ഞാവുന്നു. എനിക്ക് പേടിയാ, അതൊരു അങ്ങനെ ഒറ്റപ്പാറ പോലെ അത് നിൽക്കുന്നതേ. ഞാൻ വീണ് പോയാൽ തീർന്നു. നിങ്ങൾ വരുമ്പോഴും അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങത്തില്ല, എനിക്ക് അതിലൊക്കെ ഒത്തിരി കണ്ടേ. ഇതാണ് അതിൻ്റെ ഒരു താഴ്ഭാഗം എന്ന് പറയുന്നത്, ആ പാറയുടെ ഒന്ന്. നിങ്ങൾ അങ്ങോട്ടൊന്നും ഇറങ്ങണ്ട കേട്ടോ, അവനവൻ്റെ ലൈഫ് വെച്ചിട്ടുള്ള കളിയൊന്നും വേണ്ട ഒരു പരിധി വരെ. തേയിലക്കാടിൻ്റെ ഇടക്കൂടെയുള്ള കുട്ടി വരകൾ കണ്ടോ. നമ്മൾ നിന്ന് അവിടെ സമയം പോയതൊന്നും അറിഞ്ഞതേ ഇല്ല കേട്ടോ. ഇതാണ് ഫുള്ള് കുരിശുമല, ഒരു മൂക്ക് നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ, എന്തോ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ ബിൽഡിങ് കേട്ടോ, ഇങ്ങനെ പാസ്സൊക്കെ വെക്കാനായിട്ട് തുടങ്ങിയതാന്നൊക്കെ അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇനി ഭാവിയിൽ റിസോർട്ടൊക്കെ ആണെങ്കിൽ കയറാൻ പറ്റത്തില്ലെങ്കിലോ എന്നും പറഞ്ഞ് ഞാനും ഡുഗും കൂടെ എൻ്റെ സൗണ്ടൊക്കെ പോയി, ഡുഗും കൂടെ അങ്ങോട്ട് ഇറങ്ങി ചുമ്മാ. ഇനി ഇത് അവർ കണ്ട വിഷയമാവോ എന്തോ, അതൊന്നും അറിയില്ല. നമ്മൾ ഈ കുറച്ച് പേരല്ലേ കാണുന്നുള്ളൂ വീഡിയോ എന്നുള്ളൊരു വിശ്വാസത്തിലായത് ഇട്ടേക്കുന്നത്. ഓരോ ഫോട്ടോ സ്പോട്ടുകളൊക്കെ അവർ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. മിക്കവാറും ഇത് വലിയ ക്രൗഡഡ് ആകുമായിരിക്കും ഗ്രാജുവലി, ഇപ്പം അല്ല എന്താണേലും. പിന്നെ നമ്മൾ അവിടേക്കും വലിഞ്ഞു കയറി കേട്ടോ. ഞങ്ങൾ വന്ന് കണ്ടോ, ഈ ലൈറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഞങ്ങൾ വന്നത്. അവസാനം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പോകുമ്പോൾ ഇങ്ങനെയായി. ഒരു സെമിത്തേരി ആയതുകൊണ്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഞാനത് വിലയെ കാണിച്ചൊന്നുമില്ല, എങ്കിലും എനിക്ക് അത്യാവശ്യം പേടിയുള്ള കൂട്ടത്തിൽ. നമ്മൾ ഇത്രയും സമയം വലിയ മടുപ്പൊന്നുമില്ലാതെ സ്പെൻഡ് ചെയ്തില്ലേ, ഇവരും കൂടെ ഉള്ളത് കൊണ്ടായിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ ചെങ്കര മൗണ്ടൻ വ്യൂ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോ, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. സിറ്റി കണ്ടോ, ലൈറ്റൊക്കെ ആയിട്ട് ചെങ്കര സിറ്റി ഇതാട്ടോ.